കണ്ണ് തുറന്ന് നോക്കിയ ദുർഗ കാണുന്നത് താൻ കാശിയുടെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നതായിരുന്നു. അവന്റെ കയ്യിൽ കിടന്ന ദുർഗ കുതറി. ഏയ് ദുർഗ, അടങ്ങിക്കിടന്നില്ലെങ്കിൽ വീഴും കേട്ടോ പെണ്ണേ. സാറിനെ താഴെ നിർത്ത് പ്ലീസ്. അവൾ ഇറങ്ങാൻ ഭാവിച്ചതും കാശി കിടക്കയുടെ അടുത്തേക്ക് വരെ എത്തി. അവളെ മെല്ലെ അവൻ കിടക്കയിലേക്ക് ചായച്ചു കിടത്തി. ദുർഗ എന്നാൽ പിടഞ്ഞുകൊണ്ട് എണീറ്റു. വെറുതെ ഇരുന്നുറങ്ങാതെ, ഇത്രയും സൗകര്യമുള്ള റൂമാണ്, എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? കാശി അവളെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. സാറിൻ്റെ ഉദ്ദേശം എന്താ? എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ചോദിക്കുമ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വന്നു. നിന്നെ കല്യാണം കഴിച്ചേ തീരൂ എന്ന വാശിയിലാണ് എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ എത്ര പറഞ്ഞു നോക്കിയിട്ടും അവരിരുവരും സമ്മതിക്കുന്നില്ല. അവർ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ പെട്ടുപോകുന്നത് ഈ പാവം ഞാനാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്ന് ചില തീരുമാനം എടുക്കണം. കാശിയുടെ ശബ്ദം മാറിയതും ദുർഗ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മീറ്റിങ്ങിന് പോയി വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ബിസിയാണ്. താൻ എന്തായാലും റെസ്റ്റ് എടുത്തോ, ഞാൻ പെട്ടെന്ന് വരാം, ഓക്കെ? കാശി അവളുടെ കവളിലൊന്ന് തട്ടി. എന്നിട്ട് ലാപ്പെടുത്ത് മൊബൈലും ഒരു തവണ കൂടി ദുർഗയോട് യാത്ര പറഞ്ഞ് അവനിറങ്ങി പോവുകയും ചെയ്തു. ഇയാളെ തനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ദുർഗ കിടക്കയിലിരുന്നു. ഒരേ ഒരു കട്ടിലും ബെഡുമാണുള്ളത്. തങ്ങൾ രണ്ടാളും കൂടി എങ്ങനെ കിടക്കുമെന്നോർത്ത് അവൾക്ക് പിന്നെയും ഭയം തോന്നി. ഈ സമയത്ത് മേനോനും പത്മിനിയും കൂടി ജോൾസിനെ കണ്ടിട്ടും ഇറങ്ങി വരികയാണ്. കുട്ടികൾ രണ്ടാളും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ അവസരം വന്നെങ്കിൽ ഉറപ്പായും ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. അതിൻ പ്രകാരം രണ്ടുപേരും കൂടി അന്ന് കാലത്ത് 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ജോൾസൻ പറഞ്ഞ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ രണ്ടാളുടെയും വിവാഹം നാളെ നടന്നു കഴിഞ്ഞാൽ ഇരുവരുടെയും ദോഷം മാറുമെന്നും അവർ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കുടുംബജീവിതം നയിക്കുമെന്നും അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാകും എന്നൊക്കെയാണ്. ഇക്കാര്യങ്ങളൊക്കെ ദുർഗയുടെ അച്ഛനെയും അമ്മയും കണ്ട ശേഷം അവരോട് പറഞ്ഞു മനസ്സിലാക്കുവാനായിരുന്നു നിർദ്ദേശം. കാശി നേരത്തെ തന്നെ ദുർഗയുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നും കുടുംബാംഗങ്ങളെ വിളിച്ച് ഗ്രാൻഡായിട്ട് ഒരു ഫംഗ്ഷൻ നടത്തിയാൽ മതിയെന്നുമായിരുന്നു അയാൾ മേനോനോട് പറഞ്ഞത്. പക്ഷേ വിവാഹം നേരത്തെ നടന്ന വിവരമൊന്നും ദുർഗയുടെ വീട്ടുകാർക്ക് അറിയില്ലാത്ത സ്ഥിതിക്ക് അവരുടെ മുമ്പിൽ ചെറിയൊരു ഡ്രാമ ചിത്രീകരിക്കുവാനാണ് അവരുടെ മൂവരുടെയും പ്ലാന്. ജോൾസൻ അങ്ങനെ ഒരു കാര്യം പങ്കുവച്ചതും മേനോനും പത്മിനിക്കും സന്തോഷമായി. കാശിയായിരുന്നു ആദ്യം തന്നെ അവർ ഈ വിവരം വിളിച്ചറിയിച്ചത്. സത്യത്തിൽ ദുർഗയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കുറച്ച് പണമൊക്കെ കൊടുത്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ് കാശി ഈ മുംബൈ യാത്ര ഇപ്പോൾ നടത്തിയത് തന്നെ. എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളും ആസ്ഥാനത്തേക്കാക്കിക്കൊണ്ട് മേനോനും പത്മിനിയും ഒറ്റ കാലിൽ നിൽക്കുകയായിരുന്നു. എന്തൊക്കെ വന്നാലും ശരി, മുംബൈയിൽ നിന്ന് കാശിയും ദുർഗയും വരേണ്ടത് തങ്ങളുടെ അടുത്തേക്കാണെന്ന് പത്മിനി തീർത്തു പറഞ്ഞു. അങ്ങനെ കാശിയായിരുന്നു ഇപ്പോൾ ആകെ പ്രതിസന്ധി ഘട്ടത്തിലായത്. അപ്പോഴാണ് അവൻ അടുത്ത തന്ത്രം മെനഞ്ഞതും. അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ദുർഗയോട് പറഞ്ഞ ശേഷം കാശി മീറ്റിംഗ് റൂമിലേക്ക് പോയി. ഫോൺ റിങ് ചെയ്തതും ദുർഗ എടുത്തു നോക്കി. പത്മിനിയായിരുന്നു. ഹലോ അമ്മേ. ആ മോളെ തിരക്കാണോ? അല്ലമ്മേ, തിരക്കൊന്നുമില്ല. സാറ് മീറ്റിങ്ങിന് പോയി, ഞാനിവിടെ റൂമിലാണ്. അതെയോ, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? തലവേദന ഉണ്ടായില്ലല്ലോ അല്ലേ? ചെറുതായിട്ട് തലവേദന എടുത്തു. സാറിപ്പോൾ ടാബ്ലറ്റ് തന്നു, ഞാനത് കഴിച്ചിട്ട് ഇവിടെ കിടക്കുമായിരുന്നു. ഓക്കെ ഓക്കെ, മോള് റെസ്റ്റ് എടുത്തു. മീറ്റിംഗ് ഒക്കെ അവൻ ഹാൻഡിൽ ചെയ്തോളൂ. അവൾ വെറുതെ മുളി. മോളെ, ഞാനും അച്ഛനും കൂടി ഇപ്പോൾ മോളുടെ വീട്ടിലേക്ക് പോവാം. എന്തിന്? അവളുടെ ശബ്ദം ഉയർന്നു. മോളെ, എന്തായാലും നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം നടന്നു കഴിഞ്ഞു. ചെറിയൊരു മഞ്ഞലോഹം ആണെങ്കിൽ പോലും അതിൻ്റെ വിലയും പ്രാധാന്യവും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലുതാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് മംഗല്യത്താലി. ഇതൊക്കെ മോളോട് അമ്മ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. നീ അത്രമാത്രം താലിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്നും നിന്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന് അത് കിടക്കുന്നതെന്നും അമ്മയ്ക്കറിയാം. അമ്മയും അച്ഛനെയും ജോൾസിനെ പോയി കണ്ടായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പത്മിനി ദുർഗയെ പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ ഓരോ വാചകങ്ങളും കേട്ട് സ്തംഭിച്ചു നിൽക്കുവാണ് ദുർഗ. കാശി സാർ ഇതൊക്കെ അറിഞ്ഞോ എന്ന് അവൾ സാവധാനം ചോദിച്ചു. ഈ സാറുവിളി ഒന്ന് മാറ്റിയേ കുട്ടിയെ, നിന്റെ ഭർത്താവാണവൻ. പത്മിനി ഫോണിലൂടെ ചിരിക്കുന്നുണ്ട്. കാശിയോടാണ് ഇതൊക്കെ ആദ്യം വിളിച്ചു പറഞ്ഞത്. സാറ് അല്ല, കാശിയേട്ടൻ എന്തു പറഞ്ഞു? അവന് സമ്മതം. എന്തു വേണേലും ആയിക്കോളാൻ ഒടുവിൽ ആൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, മോളുടെ വീട്ടുകാരുടെ മുമ്പിൽ ഞാനും അച്ഛനും ചേർന്ന് ഇത്തിരി കള്ളങ്ങൾ പറയുകയാണ്.
അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമോളെ. ദുർഗ ജീവശവം കണക്കി ബെഡിൽ അമർന്നിരുന്നു. കാശിയിട്ട് സമ്മതിച്ചോമേ? അവൾ ഒന്നുകൂടി തന്റെ ചോദ്യം ആവർത്തിച്ചു. ഉവ്വ്, മുംബൈയിൽ നിന്ന് രണ്ടാളും നേരെ വീട്ടിലേക്ക് വന്നോളാന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ഫംഗ്ഷൻ നടത്താട്ടോ. പത്മിനി നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. മോളെ, ഞാനും അച്ഛനും മോളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. അവിടെ ചെന്ന് അവരോടൊക്കെ സംസാരിച്ചിട്ട് വിളിക്കാം. മറുഭാഗത്തു നിന്നും പത്മിനിയുടെ കോൾ മുറിഞ്ഞതും ദുർഗ ശ്വാസമൊന്ന് എടുത്തു വലിച്ചുകൊണ്ട് ഇരുന്നിടത്ത് അങ്ങനെയിരുന്നു. കാശിനാഥൻ എന്തൊക്കെയോ വിദഗ്ധമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ദുർഗയ്ക്ക് മനസ്സിലായി. അതിനെക്കുറിച്ചാണ് മീറ്റിങ്ങിന് പോയി വന്ന ശേഷം പറയാമെന്ന് ആളെ സൂചിപ്പിച്ചത്. തന്റെ ജീവിതം ഒരു ഞാണിന്മേൽ കളിയാകൂലോ എന്ന് അറിയാതെ ആ പാവൻ പെൺകുട്ടി ഓർത്തു. മേനു സാറിന്റെ വണ്ടിയാണമ്മേ വന്നത്. ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് സ്വാതി ഉമ്മറത്തേക്ക് വന്നു. പെട്ടെന്ന് അവൾക്ക് ആളെ മനസ്സിലായില്ല. ആരാ മോളെ വന്നേ? ചോദിച്ചുകൊണ്ട് അനിതയും അവളുടെ പിന്നാലെ വന്നു. മേനോൻ ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് പിടികിട്ടിയത്. നിറഞ്ഞ പുഞ്ചിരിയോടെ കയറി വരികയാണ് ഇരുവരും. പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കയറി വന്നാട്ടെ. അനിത വാതിന്റെ മറവിൽ കിടന്ന ഒരു തോർത്തെടുത്ത് വേഗം തോളിലിട്ടു. ചന്ദ്രൻ വന്നിട്ട് പോയോ? മേനോനായിരുന്നു ആദ്യം കയറിയത്. പോയി, കുറച്ചു നേരം ആയതേ ഉള്ളൂ. ഇരിക്കേച്ചി. പത്മിനിക്കും മേനോനും കസേര എടുത്തുകൊണ്ടുവന്ന് കൊടുത്തത് സ്വാതിയാണ്. അവളുടെ ഒക്കത്ത് കുഞ്ഞുമുണ്ട്. കുഞ്ഞിനെ മേടിച്ചു പിടിച്ചുകൊണ്ട് മേനോൻ കസേരയിലിരുന്നു. പത്മിനി തന്റെ കയ്യിലിരുന്ന വലിയൊരു കവർ സ്വാതിയെ ഏൽപ്പിച്ചു. ഒരു ബാസ്ക്കറ്റിൽ കുറെ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അതെല്ലാം അനിതയ്ക്ക് കൈമാറി. ഉയ്യോ, എന്തിനാ ചേച്ചി ഇത്രയും പലഹാരം? ഷോ, ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അനിതയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അതേ അവസ്ഥ തന്നെയാണ് സ്വാതിക്കും തോന്നിയത്. വളരെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയുമായിരുന്നു മേനോനും പത്മിനിയും അവരോടൊക്കെ സംസാരിച്ചത്. കുഞ്ഞിനെ എടുക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് പത്മിനി മുറ്റത്തോടെയൊക്കെ നടന്നു. അനിതയാണെങ്കിൽ പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ വെക്കുവാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് പത്മിനി അടുക്കളയിലേക്ക് കയറി വന്നത്. ചേച്ചി, ചായ വെക്കാൻ പാലില്ല. കട്ടൻ ചായ കുടിക്കുമോ നിങ്ങൾ? അല്പം മടിച്ചാണ് പത്മിനിയോട് അനിത ചോദിച്ചത്. പിന്നെന്താ, ഞങ്ങൾ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ കുടിക്കുന്നവരാ. അനിത ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുത്തോ. നല്ല വൃത്തിക്കും വെടുപ്പിനും ക്രമീകരിച്ചിരിക്കുന്ന ഒരടുക്കളയായിരുന്നു അത്. പാത്രങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പളപളാ മിന്നുന്ന സ്റ്റീൽ പാത്രങ്ങളിലേക്ക് പത്മിനി നോക്കി. പത്മിനിയും കൂടി ചേർന്ന് ചായ എടുത്ത് മേനോന് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോഴേക്കും ചന്ദ്രനും എത്തി. കുറച്ചു നേരം കുശലപ്രശ്നങ്ങളൊക്കെ നടത്തിയ ശേഷം മേനോൻ കാര്യത്തിലേക്ക് കടന്നു. പത്മിനിയോട് അനിതയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അടുക്കളയിൽ നിന്നും അനിതയും സ്വാതിയും കൂടി ഉമ്മറത്തേക്ക് വന്നു. തങ്ങൾ ഇന്നൊരു ജോൾസിനെ പോയി കണ്ടുവെന്നും കുട്ടികൾ രണ്ടാളും ചേർന്ന് നാളെ മുംബൈയിലെ എവിടെയെങ്കിലുമുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് ജസ്റ്റ് താലി മാത്രം അണിയിച്ചുകൊണ്ട് ആ ചടങ്ങ് നടത്തുവാണെങ്കിൽ അവരുടെ ദോഷം മാറുമെന്നും ആയുരാരോഗ്യത്തോടെയും സന്താന സൗഭാഗ്യത്തോടെയും ഇരുവരും ദീർഘകാലം വാഴുമെന്നുമൊക്കെ ജോത്സ്യൻ അറിയിച്ച വിവരം മേനോൻ അനിതയോടും ചന്ദ്രനോടും പറഞ്ഞു. എന്തായാലും ശരി, അവർക്ക് കാശിനാഥനെ വിളിച്ച് വിവരം പറഞ്ഞുവെന്നും അതുപോലെ തന്നെ ദുർഗയോടും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുവെന്നും കുട്ടികൾക്ക് രണ്ടാൾക്കും സമ്മതമാണെന്നും മേനോൻ ചന്ദ്രനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ചന്ദ്രനും അനിതയും ഞെട്ടിപ്പോയി. കാരണം തങ്ങളുടെ മകളിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വരുമെന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തങ്ങൾക്കെതിരൊന്നുമില്ലെന്നായിരുന്നു അവരിരുവരും അറിയിച്ചത്. അത് കേട്ട് മേനോന്റെയും പത്മിനിയുടെയും മുഖം പ്രകാശിച്ചു. ദുർഗമോളുടെ ഇഷ്ടമാണ് ഞങ്ങൾ നോക്കുന്നത്. അവളാണല്ലോ കാശിമോനോടൊപ്പം ജീവിക്കേണ്ടത്. അവൾക്ക് സമ്മതമാണെങ്കിൽ കുട്ടികൾ നാളെ അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് ചന്ദ്രനും പറഞ്ഞു. ഒപ്പം തന്നെ സ്വാതിയോട് ഫോൺ എടുത്ത് ദുർഗയെ വിളിക്കുവാനും ചന്ദ്രൻ ആവശ്യപ്പെട്ടു. ദുർഗ ഉടനെ അകത്തേക്ക് പോയി. ഒന്ന് രണ്ട് തവണ വിളിച്ചു നോക്കിയിട്ടും കോള് കണക്റ്റ് ആവുന്നില്ല. കാശിയെ വിളിക്കാന്ന് പറഞ്ഞ് മേനോൻ നമ്പർ ഡയൽ ചെയ്തെങ്കിലും ബിസി എന്നവൻ മെസ്സേജ് അയച്ചു. അവർ രണ്ടാളും ഏതെങ്കിലും മീറ്റിംഗിലായിരിക്കുമെന്ന് പറഞ്ഞ് മേനോൻ ഫോൺ അരഫിറ്റിയിലേക്ക് വെച്ചു. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. കാശിയുടെ ഇഷ്ടം എന്താണോ അതാണ് ഞങ്ങൾക്ക് പ്രധാനം. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളുടെ മകൻ ദുർഗമോളെ കണ്ടപ്പോൾ അവളെ ഇഷ്ടായി. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടിയുടെ പണവും പ്രതാപവും കുടുംബമഹിമയും ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങളുടെ മകന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലെ
മഹാലക്ഷ്മിയായിട്ട് തന്നെ വാഴിക്കും. അത് 100% ഉറപ്പാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കുമാണിത്. പത്മിനി അനിതയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. മനസ്സിൽ തട്ടിയാണ് പത്മിനി അത് പറഞ്ഞത്. കാരണം പത്മിനിക്കും മേനോനും ഒരുപോലെ തന്നെ അവളെ ഇഷ്ടമായിരുന്നു. ഇരുവരും നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അവരുടെ കുടുംബത്തിന്റെ മരുമകളായി ദുർഗയെ സ്വീകരിക്കാൻ തയ്യാറായി വന്നത്. എന്നാൽ കാശിയും ദുർഗയും തമ്മിൽ അണിയറയിൽ നടത്തിയ വലിയൊരു ചരടുവലിയെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു താനും. മോളെ വിളിച്ച് സംസാരിക്കണമെന്നും അതിനുശേഷം തങ്ങളെ ഒന്നുകൂടി വിളിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയ ശേഷം മേനോനും പത്മിനിയും അവിടെ നിന്ന് പോകാനിറങ്ങി. ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് മോശമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളെ മറ്റൊരാളായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് മേനോൻ ഒരു കെട്ടി നോട്ടെടുത്ത് ചന്ദ്രന്റെ കൈ കൊടുത്തു. വേണ്ടെന്നും പറഞ്ഞ് ചന്ദ്രൻ ഒഴിഞ്ഞു മാറി. ചന്ദ്രന് ആവശ്യങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം. ഇതിരിക്കട്ടെ. നിറഞ്ഞ മനസ്സോടെ ആ പണം അവരെ ഏൽപ്പിച്ചിട്ട് അവരിരുവരും യാത്ര പറഞ്ഞു പോയി. സംഭവിച്ച കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലുമുള്ള അങ്കലാപ്പിൽ നിൽക്കുകയാണ് അനിതയും ചന്ദ്രനും സ്വാതിയുമൊക്കെ. അപ്പോഴാണ് സ്വാതിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. അവൾ ഫോൺ എടുക്കാനായി അകത്തേക്ക് ഓടിപ്പോയി. ദുർഗയാണ് വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. തുടരും.